അല്ലാഹുവിന്റെ കിതാബിൽ കാര്യങ്ങൾ വ്യക്തമായി ഖണ്ഡിതമായി പറഞ്ഞു. കാര്യങ്ങളിൽ വ്യക്തമായി അല്ലാഹു പഠിപ്പിച്ചു, ഹുക്കുമുകൾ അവൻ പഠിപ്പിച്ചു തന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, റസൂലുള്ളാഹിയുടെ ഹദീസുകൾ ആ ആയത്തിന് തഫ്സീർ തന്നു എന്ന നിലപാടാണ് പൂർവ്വസൂരികളായ ആളുകൾ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് അകന്നുകൊണ്ട്, അല്ലെങ്കിൽ ഖുർആൻ സ്വീകരിക്കുമ്പോൾ പ്രത്യേകമായി ഖുർആനിനെ മാത്രം കണ്ടുകൊണ്ട് ഹദീസിനെ മാറ്റിവെച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കണം എന്ന ഒരു നിലപാട് പൂർവ്വസൂരികളായ ആളുകൾക്കുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് അവർ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനുള്ള, അതിന്റെ തഫ്സീർ മനസ്സിലാക്കാനുള്ള ഭാഗമായി കൊണ്ടാണ് ഹദീസുകളെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞുപോയ പൂർവ്വസൂരികളായ ആളുകൾ പരലോകത്ത് വിചാരണ ചെയ്യുന്ന ഒരു കാര്യമായി തന്നെയാണ് ഹദീസുകളെ മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആൻ തന്നെയും അത് പറഞ്ഞു തന്നിട്ടുണ്ട്. നാളെ പരലോകത്ത് ഹദീസിനെ കുറിച്ച് ചോദ്യം ഉണ്ടാവൂല എന്നല്ല ഖുർആൻ പറഞ്ഞത്. നാളെ റബ്ബിന്റെ അടുക്കൽ ഹദീസുകളെ കുറിച്ച് ചിന്തിക്കേണ്ടി വരൂല. ബുഖാരിയുടെ ഹദീസിനെ കുറിച്ച്, മുസ്ലിമിന്റെ ഹദീസിനെ കുറിച്ച്, അബൂദാവൂദിന്റെ ഹദീസിനെ കുറിച്ച് നാളെ പരലോകത്ത് ചോദ്യം ഉണ്ടാവൂല എന്ന നിലപാടല്ല ഖുർആൻ പഠിപ്പിച്ചത്. നേരെ മറിച്ച് ചോദ്യം ഉണ്ടാകുന്നതാണ്, ചോദ്യമുണ്ടാകുമെന്നതാണ്. അവിടെ എത്തുന്ന ആളുകളുടെ അഭിലാഷത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പലവരും ആവർത്തിക്കുന്നു. എന്താണ് പറയുന്നത്? വയൗമ യഅദ്ദുല്ലാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. യൗമ യഅദ്ദുല്ലാലിമു അലാ യദൈഹി, അക്രമികളായ ആളുകൾ അവരുടെ വിരലുകൾ കടിക്കുന്ന ദിവസം. എന്നിട്ട് അവർ പറയുകയാണ്, ആശിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ, ഞാൻ റസൂലുള്ളാഹിയുടെ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ മുഹമ്മദ് നബിയുടെ മാർഗം സ്വീകരിച്ചിരുന്നതെങ്കിൽ എത്ര നന്നായിരുന്നു. എവിടുന്നാ മുഹമ്മദ് നബിയുടെ ജീവിതം മനസ്സിലാക്കുക? എവിടുന്നാണ് റസൂലുള്ളാഹിയുടെ ജീവിതം പഠിക്കുക? എവിടുന്നാണ് റസൂലുള്ളാഹിയുടെ ചര്യ മനസ്സിലാക്കുക? ഹദീസിൽ നിന്നാണ്. ബുഖാരി ഉദ്ധരിച്ച, മുസ്ലിം ഉദ്ധരിച്ച, അബൂദാവൂദ് ഉദ്ധരിച്ച, തുർമുദി ഉദ്ധരിച്ച, അങ്ങനെ മുഹദ്ദിസുകളായ ആളുകൾ ഉദ്ധരിച്ച ഹദീസിൽ നിന്നാണ് റസൂലുള്ളാഹിയുടെ ജീവിതം, റസൂലുള്ളാഹിയുടെ മാർഗം മനസ്സിലാക്കുക. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുന്നു, യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂലാ. നാളെ നരകത്തിൽ, ആ നരകത്തിൽ അവരുടെ മുഖങ്ങൾ ഇളക്കി മറിക്കുന്ന സമയത്ത് അവിടെ കിടന്നവർ വിലപിക്കുകയാണ്. നരകപാപികൾ കരയുകയാണ്. കരഞ്ഞുകൊണ്ടവർ പറയുകയാണ്, യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂലാ, ഞാൻ അല്ലാഹുവിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹുവിനെ അനുസരിക്കെന്ന് പറഞ്ഞാൽ ഖുർആൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മാന്യ സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത്, നരകത്തിൽ കരയുന്ന ആളുകൾ കരഞ്ഞുകൊണ്ട് പറയുന്ന വാചകം യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂലാ, ഞാൻ അല്ലാഹുവിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അള്ളാന്റെ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എങ്ങനെ അള്ളാന്റെ റസൂലിനെ അനുസരിക്കുക? അള്ളാന്റെ റസൂലിന്റെ മുഴുവൻ വാചകങ്ങളും ഖുർആനിലുണ്ടോ? അത് ഹദീസിലല്ലുള്ളത്. അപ്പൊ ഖിയാമത്ത് നാളിലെത്തിയാൽ ബുഖാരിലെ ഹദീസ്, മുസ്ലിമിലെ ഹദീസ്, അബൂദാവൂദിന്റെ ഹദീസ് അള്ളാഹ് ചോദ്യം ചെയ്യൂല എന്ന് പറഞ്ഞാൽ അത് ഖുർആനിക വിരുദ്ധമാണ്. നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സന്ദർഭത്തിൽ പോലും നരകപാപികളോട് മലായിക്കത്തുകൾ ചോദിക്കുന്ന ചോദ്യം, അല്ല മനുഷ്യരെ, നിങ്ങൾക്ക് മുന്നിൽ അള്ളാഹുവിന്റെ ദൂതന്മാർ താക്കീതുകാർ വന്നില്ലേ എന്നാണ്. താക്കീതുകാർ വന്നില്ലേ? ആ സമയത്ത് അവര് പറയുന്നു, ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു. ഫകദ്ദബനാ ഫഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. ആ താക്കീതുകാർ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, ഇങ്ങനൊന്നും അല്ലാഹ് അവതരിപ്പിച്ചിട്ടില്ല, നിങ്ങൾ കളവ് പറയുകയാണ്, വ്യാജം പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഞങ്ങൾ പഴിച്ചു, മടക്കി അയച്ചു എന്നാണ് അവരവിടെ വെച്ച് മറുപടി പറയുക എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെക്കുറിച്ച് ചോദ്യം ഉണ്ടാവും. എന്നാൽ മടവൂരികൾ പരസ്യമായി പ്രസംഗിക്കുകയാണ്,
ബുഖാരിലെ ഹദീസിനെ കുറിച്ച് അള്ളാഹിലേക്ക് ചോദ്യം ഉണ്ടാവൂല. പറയുന്നത് കേട്ടാൽ ബുഖാരി ഇമാമ് സ്വന്തമായിട്ട് എന്തോ അഭിപ്രായം പറഞ്ഞാണ് ബുഖാരിലെ ഹദീസ് എന്ന് തോന്നും. മുസ്ലിമിലെ ഹദീസ് എന്ന് പറഞ്ഞാൽ ഇമാം മുസ്ലിം തന്റെ വായിൽ തോന്നിയത് എഴുതി വെച്ചതാണ് എന്ന് തോന്നും. അബൂദാവൂദ് അങ്ങനെ എഴുതി വെച്ചതാണെന്ന് തോന്നും. പക്ഷേ ആ ഹദീസ് ഗ്രന്ഥങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയവരെല്ലാം അറിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കുകളെ ക്രോഡീകരിക്കുക മാത്രമാണ് ഇമാം ബുഖാരി ചെയ്തത്, മുസ്ലിം ചെയ്തത്, അബൂദാവൂദ് ചെയ്തത് എന്നതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിയുടെ വാക്ക് അത് വന്നു കിട്ടിയത് സ്വീകരിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. ഇനി അതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല, നേരെ മറിച്ച് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നത് ഖുർആനിന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്, ഹദീസിന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ല എന്നാണ്. ഖുർആനിന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്, ഹദീസിന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ല. ഞാൻ വെറുതെ പറയല്ല, അദ്ദേഹം തന്നെ പറയട്ടെ, നിങ്ങൾ ആ വാചകം കേട്ടോളൂ. അപ്പൊ ഒന്നാമത് ഖുർആൻ തന്നെ പ്രശംസിച്ചത് പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് തന്നെയാണ്. രണ്ടാമത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ സൂറത്ത് ഹിജ്റിൽ അല്ലാഹ് പറഞ്ഞു, ഈ വേദഗ്രന്ഥത്തെ ഞാനാണ് അവതരിപ്പിച്ചത്, ഞാൻ തന്നെ അതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ഡിമാൻഡ് ഒരിക്കലും ഹദീസ് ഗ്രന്ഥങ്ങളെ കുറിച്ച് ഖുർആൻ നൽകിയിട്ടില്ല. കണ്ടോ, അതാണ് ഹദീസിന്റെ രണ്ടാമത്തെ പോരായ്മ. ഖുർആൻ പറഞ്ഞു ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആനെ സംരക്ഷിക്കാൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഹദീസ് ഗ്രന്ഥങ്ങളെ സംരക്ഷിക്കാൻ അല്ലാഹ് പറഞ്ഞിട്ടില്ല. എന്തിനാ ഇത് പറയുന്നത്? ഹദീസിന്റെ വില പറയാനാ? അതിന്റെ മഹത്വം പറയാനാ? അതിന്റെ ഗുണം പറയാനാ? അത് സ്വീകരിക്കണം എന്ന് പറയാനാ? അല്ല, നേരെ മറിച്ച് ഹദീസിന് അത്ര വിലയുള്ളൂ. ഖുർആനിന്റെ ക്രോഡീകരണം അതുപോലെ തന്നെ അതിന്റെ സംരക്ഷണം ഇതൊക്കെ അല്ലാഹ് ഏറ്റെടുത്തിട്ടുണ്ട്, ഹദീസിന്റെ സംരക്ഷണം അല്ലാഹ് ഏറ്റെടുത്തിട്ടില്ല എന്നാണ്. എന്നാ മാന്യ സഹോദരങ്ങളെ, മുസ്ലിം സമൂഹം മനസ്സിലാക്കിയ ആ വിഷയത്തിൽ അറിവെന്താന്ന് ചോദിച്ചാൽ ഖുർആനിന്റെ വിശദീകരണമാണ് ഹദീസ്. അതുകൊണ്ട് അതിന്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട് എന്നതാണ്. അല്ലാഹ് ഏറ്റെടുക്കാതെ പോയില്ല. കാരണം ഹദീസ് ഉണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം മനസ്സിലാകൂ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം മനസ്സിലാകൂ, വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഹദീസുകൾ ആവശ്യമാണ്. എന്നാൽ ആ ഹദീസിന്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏതെല്ലാം പിഴച്ച കക്ഷികൾ ഉണ്ടായി, ഖവാരിജികൾ വന്നു, മുഅ്തസിലികൾ വന്നു, ശിയാക്കൾ വന്നു, അതുപോലെ തന്നെ പിന്നീട് ഇസ്ലാമിന്റെ പുറത്തു നിന്ന് ഓറിയന്റലിസ്റ്റുകൾ വന്നു. അങ്ങനെ നാനാ തരത്തിലും ഇസ്ലാമിന് ശത്രുക്കൾ ഉണ്ടായിട്ട് പലപ്പോഴും ലാട്ടുകണക്കിന് കള്ള ഹദീസുകൾ നിർമ്മിച്ചു വിട്ടിട്ട്, വ്യാജ ഹദീസുകൾ നിർമ്മിച്ചു വിട്ടിട്ട് എപ്പോഴും ഏതൊരു അവസ്ഥയിലും പ്രതിസന്ധിയിലായി പോകാവുന്ന ഒരു ഘട്ടത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഇന്നും സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരാൾ കളവ് പറഞ്ഞാൽ കൃത്യമായി പിടിക്കാനുള്ള ശാസ്ത്രീയമായ ഒരു സംവിധാനം ഹദീസിന്റെ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു കള്ള ഹദീസ് ഉണ്ടാക്കിയിട്ട് നബിയുടെ മേൽ ചാർത്തിയാൽ അത് പിടിക്കാനുള്ള ഒരു സംവിധാനം ഹദീസിന്റെ മേഖലയിലുണ്ട്. ആർക്കും ഒരു കള്ള ഹദീസ് ഉണ്ടാക്കി വിടുക സാധ്യമല്ല. അങ്ങനെ ഉണ്ടാക്കിയാൽ അത് പിടിക്കപ്പെടും. അങ്ങനെ ഹദീസിന്റെ സംരക്ഷണം ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും സാധ്യമാവുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മടവൂരി പറയാ എന്ത്? ഹദീസിന്റെ സംരക്ഷണം അല്ലാഹ് ഏറ്റെടുത്തിട്ടില്ല, ഖുർആനിന്റെ സംരക്ഷണം അല്ലാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ തുടങ്ങാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ഇവിടെ പ്രസംഗിച്ച എന്റെ ബഹുമാന്യനായ സുഹൃത്ത് അലിമുല്ല പറയുന്നത്, അദ്ദേഹം വിശദീകരിക്കുന്നത് നമ്മുടെ സലാം സുല്ലമി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹം ഏതെങ്കിലും ഒരു ഹദീസ് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവാ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം കൊണ്ടുവാ എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല, നേരെ മറിച്ച് അതിനോടൊപ്പം അദ്ദേഹം ചേർത്ത് പറയുന്നത് സലാം സുല്ലമിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസും അദ്ദേഹം നിഷേധിക്കുന്നില്ല. നേരെ മറിച്ച് ഒരു ഹദീസ് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് മുൻഗാമികൾ പറഞ്ഞ വിശദീകരണം അതിന് ചുവട്ടിൽ കൊടുക്കുക എന്നത് മാത്രമേ അദ്ദേഹം ചെയ്യുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്.
സലാം സുല്ലമി നിഷേധിച്ച ഒരു ഹദീസ് കൊണ്ടുവാ എന്ന് പറഞ്ഞ് നിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. കാരണം അങ്ങനെ ഒരുപാട് കൊണ്ടുവരുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. പിന്നെ ലോകത്ത് കഴിഞ്ഞു പോയ പലരും പലതും പറഞ്ഞിട്ടുണ്ടാവും.